ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഹിസ്ബുള്ളയോ ഹമാസോ ഇറാനോ അല്ല, ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുടെ മടയിൽ കയറി അടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. സിറിയയിലെ ഇസ്ലാമിക ഭീകരന്മാരുടെ കൂട്ടായ്മ അടിയന്തര യോഗം നടന്ന സ്ഥലത്തേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണമുണ്ടായിരിക്കുന്നു. പാൽമിറയിലെ ഇറാൻ അനുകൂല ഭീകര സംഘടനയുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മാരകമായ റോക്കറ്റ് ആക്രമണം നടത്തിയത്, ബോംബാക്രമണം നടത്തിയത്. ഇസ്രായേലി ജെറ്റുകൾ സിറിയയുടെ തലയ്ക്ക് മുകളിലേക്ക് പറന്നിറങ്ങി ആ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തകർക്കുകയായിരുന്നു. 48 ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇറാനുമായി ബന്ധമുള്ള ഇസ്ലാമിക ഭീകര സംഘടനയിലെ 20ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാഖ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയോ മറ്റ് ചില ഇസ്ലാമിക ഭീകര സംഘടനയുടെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. 100 കണക്കിന് ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആക്രമണത്തിൽ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണം നടത്താനുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള അടിയന്തര യോഗമായിരുന്നു സിറിയയിലെ പുരാതന പട്ടണമായ പാൽമിറയിൽ അരങ്ങേറിയത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ സിറിയയിലെ പ്രധാനപ്പെട്ട ഓഫീസിലായിരുന്നു ഈ കൂടിക്കാഴ്ചയും ഈ യോഗവും ചേർന്നത്. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും അതുപോലെ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തെക്കുറിച്ച് മൊസാദിൻ്റെ ചാരന്മാർ അറിയുകയും അവർ IDFിനെ വിവരം നൽകുകയും ചെയ്തു. അതേസമയം തന്നെ IDF ഇസ്രായേലി വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകി. ഇസ്രായേലി വ്യോമസേനയുടെ ഫൈറ്റിംഗ് ജെറ്റുകൾ അതേ നിമിഷം ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നു. അത് സിറിയയുടെ ആകാശത്തെത്തി കൃത്യമായ ആ കെട്ടിടങ്ങളിലേക്ക് ആക്രമണം നടത്തി. നിരവധി സ്ഫോടനങ്ങൾ ആ സമയത്ത് സിറിയയിൽ കേട്ടുവെന്നാണ് സിറിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വൻ തീനാളങ്ങളുണ്ടായി, വൻ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയർന്നു, വൻ അത്യാഹിതം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ കൂടി സിറിയയിലെ പാൽമിറയിലുള്ള ആയുധ കേന്ദ്രങ്ങൾ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി. 8ഓളം കെട്ടിടങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം. ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഇറാൻ അനുകൂല ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും അതുപോലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ഈ എല്ലാ സംഘടനയ്ക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന സിറിയയ്ക്കുള്ള ഏറ്റവും വലിയ താക്കീതാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം സിറിയയാണ്. ഇസ്ലാമിക ഭീകരർക്കെതിരെയെല്ലാം വമ്പൻ യുദ്ധം നടത്താനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം. ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു നെഞ്ചി വിരിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടല്ല, ആരു തന്നെ അറസ്റ്റ് വാറണ്ട് പ്രയോഗിച്ചാലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. അമേരിക്കയുടെ വൻ ആയുധ ശേഖരം ഇസ്രായേലിലേക്ക് എത്തുകയാണ്. $100 ബില്യൺ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. അതും ₹1 പോലും വാങ്ങാതെ. വർഷങ്ങൾ നീണ്ട കടത്തിന് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നു. അമേരിക്കയ്ക്കറിയാം, ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാജ്യം ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരന്മാർക്കെതിരെ പൊരുതില്ല, പിടിച്ചു നിൽക്കില്ല. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ വാരിക്കോരി നൽകാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഘടകവും. ജോ ബൈഡൻ മാറി ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കും. അതിനു മുൻപ് ഡൊണാൾഡ് ട്രംപിന് ഒരു സമ്മാനം നൽകാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഉന്മൂലനമെന്ന വലിയ സമ്മാനം. ലോകത്ത് ഇസ്ലാമിക ഭീകരത വളർത്തിയ 2 പ്രസ്ഥാനങ്ങളെ വേരോടെ അറുത്തു മാറ്റുക എന്ന ആ വമ്പൻ വിജയം നേടി അത് അമേരിക്കയ്ക്ക് നൽകുന്ന സമ്മാനമായി, ട്രംപിന് നൽകുന്ന സമ്മാനമായി തളികയിൽ വച്ചു നീട്ടാനാണ് ഇസ്രായേൽ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വമ്പൻ പരിശ്രമങ്ങൾ, അതിമാരകമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹമാസിനെതിരെയും ഒക്കെ നടക്കുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു അറബ് രാജ്യത്തിനെതിരെ കൂടി പരസ്യമായ
തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. സിറിയയിലെ ഇസ്ലാമിക ഭീകരന്മാരെ പൂർണ്ണമായി തീർക്കാൻ സിറിയ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ വമ്പൻ വ്യോമാക്രമണം. ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ശത്രുക്കളോട് മാത്രമേ യുദ്ധം ചെയ്യൂ. ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന ഞങ്ങളുടെ ശത്രുക്കൾക്ക് പിന്തുണയുമായി ആരെങ്കിലും എത്തിയാൽ, അവർക്ക് വേണ്ടി ഞങ്ങളോട് ഏറ്റുമുട്ടാൻ തയ്യാറായാൽ ആ തയ്യാറാവുന്നവരെയും ഞങ്ങൾ ശത്രുക്കളായി പ്രഖ്യാപിക്കും. പിന്നീട് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ല. ഞങ്ങളുടെ ആക്രമണം അതിഭീകരവും അതിമാരകവുമായിരിക്കും. അത് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള ഞങ്ങളുടെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇസ്രായേൽ. എന്തായാലും സിറിയയിലെ പാൽമിറ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള അതിപുരാതന പട്ടണം. ആ പട്ടണത്തിലെ പ്രധാനപ്പെട്ട തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. 68ഓളം പേരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു, 100-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തകളും ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനെതിരെ വൻ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിസ്ബുള്ള മേധാവി നയീം ഖസീം. ടെൽ അവീവായിരിക്കും അടുത്ത ഹിസ്ബുള്ളയുടെ ലക്ഷ്യമെന്നാണ് നയീം ഖസീം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ടെൽ അവീവിലേക്ക് വൻ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായുള്ള വിവരങ്ങൾ നയീം ഖസീം തന്നെ വെളിപ്പെടുത്തുകയാണ്. ഏത് നിമിഷവും ടെൽ അവീവിനെ ഞങ്ങൾ കത്തിക്കും. ടെൽ അവീവിനെ കത്തിക്കുന്നതിലൂടെ ഞങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിനുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ മേധാവി ഇത്തരത്തിലുള്ളൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ള മേധാവിയുടെ 3ാമത്തെ വീഡിയോയാണ് ചുമതലയേറ്റ ശേഷമുള്ളത്. ആ വീഡിയോയിലാണ് ടെൽ അവീവിനോട് കരുതിയിരിക്കാനും ടെൽ അവീവിലെ ജനവാസ കേന്ദ്രങ്ങൾ, ജനനിബിഡ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഞങ്ങൾ അതിമാരകമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ള മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം മേധാവി മുഹമ്മദ് അഫീഫിനെ ഇസ്രായേലി സേന തീർത്തിരുന്നു. മുഹമ്മദ് അഫീഫിൻ്റെ ബെയ്റൂട്ടിലുള്ള ഓഫീസിലേക്ക് നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിലാണ് അഫീഫ് അടക്കം നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടത്. അതിനുള്ള പ്രതികാരം കൂടി ചെയ്യുമെന്ന് അന്നേ ഹിസ്ബുള്ളയുടെ മേധാവി നയീം ഖസീം വെളിപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന് നേരെ നേരിട്ടുള്ള ആക്രമണം, ചാവേർ ആക്രമണം, ഗറില്ല ആക്രമണം ഇതിലേതെങ്കിലും ഒന്ന് നടത്തി വമ്പൻ സ്ഫോടനങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടത്താനുള്ള നീക്കം നയീം ഖസീം വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം ഉയരുന്ന ഇടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുക, ചാവേർ ആക്രമണത്തിലൂടെ നിരവധി ഇസ്രായേലികളുടെ ജീവനെടുക്കുക, അങ്ങനെ ഇസ്രായേൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുക, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് ഹിസ്ബുള്ള തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണത്തിനുള്ള നിർദ്ദേശമാണ് ഹിസ്ബുള്ള ഭീകരന്മാർക്ക് നയീം ഖസീം എന്ന അവരുടെ മേധാവി നൽകിയിരിക്കുന്നത്. ടെൽ അവീവിനെ ലക്ഷ്യമിടുന്നു. ടെൽ അവീവാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ടെൽ അവീവിനെ കത്തിക്കും. ടെൽ അവീവിലെ സാധാരണക്കാരെ ഞങ്ങൾ കൂട്ടക്കുരുതി ചെയ്യുമെന്ന് ഹിസ്ബുള്ളയുടെ മേധാവി തന്നെ വമ്പൻ ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.